പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലെ 21-ാം വചനം കാണിച്ചു തരികയാണ്. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുവരുവാൻ പുറപ്പെട്ടു. അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കേട്ടിരുന്നു. അക്കാലത്ത് സാബത്ത് ദിനത്തിൽ ആർക്കൊന്നും ചെയ്യാൻ പാടില്ല. അതൊരു കാലമായിരുന്നു. യേശു നന്മയാലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു സാബത്ത് ദിനത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പിശാചുക്കളെ പുറത്താക്കി രോഗസൗഖ്യം കൊടുത്തു. പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരണ കൊടുത്തു. ഇത് ഫരിസേയർക്കും ഹേരോദോസ് പക്ഷക്കാർക്കും ഇടർച്ചയുണ്ടാക്കി. യേശുവിനെ എങ്ങനെ കൊല്ലാം, നശിപ്പിക്കാം എന്നുള്ള ആ ചിന്തയോടുകൂടി അവരെ ആലോചിച്ചു, തീരുമാനമെടുത്തു. അവരുടെ സ്വന്തക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് ഇവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറയുക, അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്ന പോലെ തന്നെ അവർ ചെന്നിട്ട് യേശുവിൻ്റെ ബന്ധുജനങ്ങളായ മറിയത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾ, ഔസേപ്പുണ്യാളുടെ കുടുംബ ബന്ധങ്ങൾ, അവരെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നു, നിങ്ങളവനെ വിളിച്ചുകൊണ്ട് പോയി മരുന്ന് കൊടുത്തിട്ട് സുഖമാക്കുമെന്ന്. അവരിത് കേട്ട ഉടനെ, ഈ ബന്ധുജനങ്ങൾ കേട്ട ഉടനെ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു, നിൻ്റെ മകൻ അവിടെ എന്തോ അബദ്ധം കാണിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളോട് ഇന്ന ആൾക്കാർ ഇന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവന് അസുഖമാണ്, അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവനെ നമുക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കാം. ഇത് കേട്ടപാട് അവരുടെ കൂടെ, ആ ബന്ധുജനത്തിൻ്റെ കൂടെ മാതാവ് പുറപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ഇന്നത്തെ അമ്മമാർ അങ്ങനെയല്ലേ? മക്കൾക്ക് എന്തെങ്കിലും ദുരിതം ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരില്ലേ കേട്ടപാടെ? അതാണ് അന്ന് മാതാവ് ചെയ്തത്. മാതാവ് നേരെ ഇവരോട്, ബന്ധുജനങ്ങളുടെ കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. യേശു അപ്പോൾ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരകത്തേക്ക് കയറിയില്ല. ഈ വചനം പ്രഘോഷിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്നിട്ട് അവിടെ നിന്ന് ഒരാളെ പറഞ്ഞയച്ചു യേശുവിനോട് അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. പക്ഷെ മാതാവും മൗനിയായിരുന്നു. ബന്ധുജനങ്ങളാണ് ഇതൊക്കെ ആജ്ഞാപിക്കുന്നതും ചെയ്യുന്നതൊക്കെ. യേശുവിന് ഇത് കാര്യം മനസ്സിലായി. അവർ വന്നത് എന്തിനാണെന്നും എന്താവശ്യത്തിന് അമ്മ അതിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഇൻവോൾവ്ഡ് ആണെന്ന് യേശുവിനറിയാം. യേശു അപ്പോൾ പറയുന്ന വചനം എന്താ? ആ വചനം കേട്ട് ഒരിക്കലും ആരും മാതാവിനെ തള്ളിപ്പറയരുത്. ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? മാർക്കോസിൻ്റെ ആ ഭാഗത്ത് തന്നെ, ആ 3-ാം അധ്യായത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. 31 വചനങ്ങൾ നോക്കിയാൽ അറിയാം. എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നിങ്ങളാണ്. കണ്ടാ, എൻ്റെ ചുറ്റും നിൽക്കുന്ന നിങ്ങളാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അവരെ അകത്തേക്ക് കയറി അവിടെ യേശുവിൻ്റെ അടുത്ത് ഇരുന്നിരുന്നെങ്കിൽ, ആ വചനം കേട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ യേശു അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ മാതാവ് ഇത് കേട്ടപാടെ ഓടി വന്നതാണ് എന്ന് കരുതിയിട്ട് മാതാവിനെ നമ്മൾ പറയരുത്. പലരും ഈ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാതാവിന് ഇത്ര വിലയുള്ളു, മാതാവിനെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് യേശു തള്ളിപ്പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ജീവിതകാലത്ത് നന്മയാലുള്ള കാര്യങ്ങൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് അവഹേളനയും പീഡനവും ഒക്കെ ഉണ്ടാവും. നമ്മൾ സഹിച്ചേ മതിയാവും. യേശു പല കാര്യങ്ങളും അവന് ഭ്രാന്താണെന്നവരെ പറഞ്ഞിട്ടാണല്ലോ. കണ്ട, ബന്ധുജനങ്ങൾ, അത് ഫരിസേയരും, അന്നത്തെ ഫരിസേയരും അവരൊക്കെയാണ് ചെന്ന് പറഞ്ഞത്. അപ്പം കുടുംബകലം ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എന്ന് കരുതി നമ്മൾ വചനം പ്രഘോഷിക്കുകയും അതിനുവേണ്ടി തീഷ്ണത കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഈ പീഡനങ്ങൾ പല രീതിയിൽ നിന്നൊക്കെ ഉണ്ടാവും. അത് സഹിക്കുക. ഓക്കെ, ദൈവം എല്ലാ കാര്യങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. ദൈവത്തിങ്കിലായിരിക്കണം നിങ്ങൾ. ഓക്കെ, എല്ലാത്തിനും മറുപടിയും തരും. എന്നെ സേവിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.